അപ്പോൾ ഈ ഭരണി സമയത്ത്, അതായത് ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചടങ്ങുകളാണ് നിങ്ങൾക്ക് അവകാശമായിട്ട്? കാരണം ഇപ്പോൾ കൊടുങ്ങല്ലൂർ കാവില് മഞ്ഞപ്പൊടി വസൂരിമാലയുടെ അവിടെ ചെയ്യുന്ന ഒരു കുടുംബക്കാരാണ്. അതുപോലെ തന്നെ പ്ലാപ്പള്ളി തറവാട് എന്ന് പറഞ്ഞ് വേറെയുണ്ട്. അതേപോലെ തന്നെ മലയന്തട്ടാനുണ്ട്. നമ്മളുടെ കുടുംബി സമുദായക്കാര് എന്താണ് എടമുക്ക് മൂപ്പന്മാര് എന്ന് പറയുന്ന അവര് ഉണ്ട്. ഭഗവതി തറവാട്ടുകാരുണ്ട്, തച്ചോളി തറവാട്ടുകാരുണ്ട്. അങ്ങനെ ധാരാളം പല സമുദായവും ഇപ്പോൾ എന്താണ് ഈ അടുത്ത കാലത്താണ് നമ്പൂതിരിമാര് ക്ഷേത്രം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വന്നിരുന്നത്. അതിനും മുമ്പ് പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ്. അപ്പോൾ ആ ഒരു അവകാശം എന്നുള്ള രീതിയിൽ എന്താണ് മീനഭരണിക്ക് ഇവിടുത്തെ ഈ കുടുംബത്തിനുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ ചടങ്ങുകൾ എന്തൊക്കെയാണ്? മീനഭരണിക്കുള്ള ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് കാലത്ത് രാജഭരണകാലത്ത് കൊടുങ്ങല്ലൂർ ദേശത്തിന്റെ ദേശഗുരുതി നടന്നിരുന്ന പുലക്കാവിലാണ്. ദേശഗുരുതി എന്നാണ് പറയുക. ആ ഉത്തരട്ടാതി നാളിലാണ് ദേശഗുരുതി നടക്കുക. ഇപ്പോഴും ആ ഗുരുതി മുടക്കം വരാണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ രാജഭരണകാലത്ത് ദേശഗുരുതി നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാടും അന്നത്തെ രാജാവായിരിക്കുന്ന രാജാവും ക്ഷേത്ര മേൽശാന്തി അടക്കുന്ന കീഴ്ക്കാവിലേക്ക് വരിക. മേൽശാന്തി എന്ന് പറയുമ്പോൾ അടികൾമാർ വന്ന് അവർ പങ്കെടുത്ത് ആ ഗുരുതിയിൽ തൊഴുത് തമ്പുരാൻ അനുഗ്രഹം ഒക്കെ മേടിച്ചിട്ടാണ് തമ്പുരാൻ പോവുക. അന്നപ്പോൾ ആ ഗുരുതി നടത്തിയിരുന്ന വള്ളോനാണ് അമ്മയ്ക്ക്, അതായത് രഘുചേട്ടന്റെ പൂർവികര്. അത് ഗുരുതി നടത്തിയിരുന്നത്. അത് ഇപ്പോഴും ആ ദേശഗുരുതി ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള വരവോ കാര്യങ്ങളോ ഇല്ല. എന്നാലും നമ്മളത് മുറ പോലെ തെറ്റിക്കേണ്ട. ഉത്തരട്ടാതി നാളിൽ കൃത്യമായി വൈകിട്ട് 6 മണിക്ക് നമ്മുടെ രൂപക്കളം ഇട്ട് ആ രൂപക്കളത്തിൽ നമ്മൾ ആ പണ്ട് പൂർവികർ ചെയ്തിരുന്ന ബലിയും പൂജയും ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു. ആടുവെട്ട്, കോഴിവെട്ട് ഇപ്പോഴും നമ്മൾ അമ്മയ്ക്ക് തൃപ്തി വരുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പിന്നെ എന്താണ് മീനഭരണി സമയത്ത് ഇവിടെ മൂലസ്ഥാനത്ത് രഘുചേട്ടൻ ഒരു എന്താണ് അതിനെ പറയുന്നത്, ഒരു തട്ടില് എന്താണ് തലപ്പാവൊക്കെ വെച്ച് ഇരിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ആ ചടങ്ങിനെ കുറിച്ചും കൂടി ഒന്ന് പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാവിലെ അന്ന് 11 മണിക്ക് കോവിലകത്ത് പോകണം. കോവിലകത്ത് പോയി തമ്പുരാനെ മുഖം കാണിക്കാന്നാണ് പറയുക. മുഖം കാണിക്കാൻ പോകുമ്പോൾ ഒരു കൈ വെറ്റില, 10 പഴുക്കടക്ക, ഒരു കണ്ണി പോലെ 1100 രൂപ ഇവിടെ പോയി തമ്പുരാന്റെ പാദം തൊട്ട് നമസ്കരിക്കുമ്പോൾ തമ്പുരാൻ വള്ളുവന് പിറ്റേ ദിവസം കാവിലേക്ക് ഉടുക്കാനുള്ള പട്ട്, തലപ്പാവ്. അപ്പോ കാവിലേക്ക് പോകുന്നത് രേവതി കഴിഞ്ഞ് അശ്വതി രാവിലെ 7 മണിക്ക് വള്ളുവന് ആദ്യം കാവിലെത്തണം. രാവിലെ ഇവിടെ നിന്ന് അതെല്ലാം മണിഞ്ഞുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പുറപ്പെടും. വടക്കേ നടയിൽ കൂടെ എന്തൊക്കെയാണ് അവിടുന്ന് തമ്പുരാൻ തരുന്നത്? വാള് പരിച, തലപ്പാവ്, കയ്യിൽ രണ്ടിലും ധരിക്കാൻ വള, പവിഴം പിടിപ്പിച്ച മാല, പണ്ടത്തെ രാജീവമുദ്ര ഈ വട്ടമുള്ളതാളുടെ മുദ്രയമ്മല്, പല്ലക്ക്, ശംഖ്, വാള്, പരിച ആണ് അത് രാജീവമുദ്ര. ആ മുദ്ര നമുക്ക് തരും. ആ മുദ്ര നമ്മൾ ഇവിടെ പട്ടുമ്മൽ കുത്തിയിട്ടാണ് ഇതൊക്കെ ധരിച്ചിട്ടാണ് കോമരങ്ങളാകുമ്പോഴോടി വള്ളവും ചുമന്ന പട്ട് കൊടുക്കാനുള്ളതും കിട്ടും, തലപ്പാവും കിട്ടും. ഇത് ധരിച്ചുകൊണ്ടാണ് വള്ളവും കാവിലേക്ക് എഴുതുന്നത്. ഓലക്കുട എന്ന് പറയുന്നപ്പോ സ്ഥാനക്കുട, അത് ഇവിടുത്തെ ഉപയോഗിക്കുന്നതാണ്. അത് ഓലക്കുട സ്ഥാനക്കുടയാണ്. ഇതിന് ചൂടിക്കൊണ്ടാണ് കുട്ടുപാദ്യം മേളത്തോടുകൂടി കോമരങ്ങളാകുമ്പോഴോടി കാവിലേക്ക് നമ്മൾ എഴുന്നള്ളി വടക്കേടേക്കൂടെ വന്ന് കിഴക്കേടേക്കൂടെ വന്ന് പടിഞ്ഞാറ് നടയിൽ വരുമ്പോൾ നട തുറന്നിട്ടുണ്ടാവും. അപ്പോൾ പാൽക്കണ്ടി ഉണ്ടാവും. അമ്മനെ പാൽക്കണ്ടിയിലേക്ക് ആവാഹിച്ച് വള്ളം അമ്മനെയും കൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ്. അതായത് അശ്വതി കാവുതീണ്ടലിന്റെ അന്ന് രാവിലെ 7 മണിക്ക് പോയിട്ട് ദർശനം നടത്തി തിരിച്ചു വരുമ്പോ അമ്മേനെയും കൊണ്ടാണ് വരുന്നത് പാൽക്കണ്ടിയിലേക്ക്. അപ്പൊ അങ്ങനെയാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നതിന്റെ സൂചകമായിട്ട് ഉത്രട്ടാതി ദിവസം ഗുരുതി നടക്കുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ 1.5 പൊക്കത്തിലുള്ള തട്ടില് വള്ളം വിശ്രമിക്കണം. അതെന്താ പറയുന്നത്, ദാരികന്റെ പട വരുന്നത് നോക്കി വള്ളവൻ ഇരിക്കുകയാണ് അമ്മയ്ക്ക് കാവലായിട്ട്. അപ്പൊ കാവ് തീണ്ടിക്കഴിയാണ്ട് അതിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ മരണം നടന്നപ്പോലും ഇറങ്ങാൻ പാടില്ല. കാവ് തീണ്ടിക്കഴിഞ്ഞാലേ വള്ളവൻ ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ വരുന്ന കോമരങ്ങൾക്ക് നമ്മൾ അതിന്റെ അനുഗ്രഹവും ആ മുറിപ്പാടിൽ തിരുമഞ്ഞൾ വെച്ച് മുറി കൂട്ടിയാണ് ചെയ്യുക. അത് ഭരണിക്ക് കാവില് വരുന്ന എല്ലാവരും ഇവിടെ പുലക്കാവില് 90% ആളുകളും 90% ആൾക്കാർ. അത് ഏറ്റവും കൂടുതൽ വരുന്നത് വിഭാഗമാണോ? ഏറ്റവും കൂടുതൽ വരുന്നത് വടക്കൻ ദേശത്തു നിന്നുള്ളവരാണ്. ഇപ്പോഴാണ് കുറെ കാലങ്ങളായിട്ട് പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ളവർ അറിഞ്ഞിട്ട് വരുന്നത്. ആദ്യം ശരിക്കും കാവിനെ കുറിച്ച് അറിയാവുന്ന വടക്കൻ ദേശക്കാരാണ്. അപ്പോ അശ്വതി രാവിലെ 7 മണിക്ക് വള്ളോൻ, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രഘുചേട്ടൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇവിടെയാണ്. അങ്ങനെയാണ് കണക്ക് അല്ലെ?
ഓക്കെ. അപ്പോ ഈ ഇവിടെ വന്നിരുന്നതിന് ശേഷം ഈ ദർശനം കൊടുക്കുക എന്നുള്ളത് കൂടാതെ ഈ ചടങ്ങിന് ശേഷമുള്ള അന്നിപ്പോ അശ്വതി വൈകിട്ട് നമ്മൾ ഇറങ്ങി കാവതീണ്ടൽ കഴിഞ്ഞു കഴിഞ്ഞ് അന്ന് നമ്മൾ ചെറിയൊരു പൂജ അമ്മ കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ ഭരണിന രാവിലെ 6 മണിക്കൂർ ഗുരുതിയുണ്ട് ആട് വെട്ടി 6 മണിക്കൂർ 6 മണിക്ക് രാവിലെ 6 മണിക്ക് ഒരു 3 ആടിനെ വെട്ടി ഒരു ഗുരുതിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാബലിയാണ് അമ്മയ്ക്ക് ബലി പൂജ. 5 ആടിനെ വെട്ടി ഈ 1008 ചിരട്ടപ്പുട്ട് 1008 ചിരട്ടപ്പുട്ട് വേണം, 1008 പപ്പടം വെച്ച് ഈ 5 ആടിനെ വെട്ടി ആ ബലി നടത്തിയ രക്തവും ഈ 1008 പുട്ടും കള്ള് വലിയ കുടങ്ങളിൽ കള്ളായിരിക്കും, ആ കള്ളും മദ്യങ്ങളും അമ്മയ്ക്ക് നീതിക്കാണ്. പച്ചമാംസം, ചുട്ട മാംസം, വേവിച്ച മാംസം, അത് മഹാഗുരുതിയാണ്. അത് ഉച്ചയ്ക്ക് 12 മണി ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞ് ദാഹത്തോട് നിൽക്കാണല്ലോ അമ്മ. അപ്പം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നീട് അന്ന് രാത്രി 12 മണിക്ക് ശേഷം ഭദ്രാളി യാമത്തിൽ നമുക്ക് വീണ്ടും ഗുരുതി കൊടുക്കണം. അത് നമ്മൾ 12 മണിക്ക് ശേഷം കഴിഞ്ഞാൽ 3:30 ഗുരുതി കഴിഞ്ഞിരിക്കും. അത് 7 ദിവസം അടുപ്പിച്ചു. അതിന് എന്താണ് ബലി കൊടുക്കുന്നത്? അതിന് നമ്മൾ 9 കോഴി, എല്ലാ ദിവസവും 9 കോഴി വേണം. 9 കോഴി അത് എല്ലാ ദിവസവും വേണം? എല്ലാ ദിവസവും വേണം. എത്ര ദിവസത്തേക്കാണ് നടവറപ്പ്? നടവറപ്പിൽ രാത്രി അന്ന് വരെ 9 കോഴി, നെല്ല് വറുത്തടിച്ച തവിട്, 3 കരിക്ക്, 5 ലിറ്റർ കള്ള്, 2 കുപ്പി മദ്യം, ഇത്രയുമാണ് വേണ്ടത്. അതിനുശേഷം അത് നമ്മൾ 7 പാള കുത്തി, കവുങ്ങുംപാള കുത്തി 7 കവുങ്ങുംപാളയിൽ ഗുരുതി കൂട്ടി അതിനകത്ത് കോഴി വെട്ടി അറക്കുക. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കോഴീനെ അറുത്തതിന് ശേഷം കോഴിയുടെ തല ഗുരുതി പാത്രത്തിലോട്ട് മുക്കി ആ രക്തവും കൂടി ഇത് ചെയ്തിട്ടാണ് ഗുരുതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ എന്താണ് തമ്പുരാനെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ തലപ്പാവും വാളും പരിചയം മുദ്രയും പവിഴമാലയും പിന്നെ ചുവന്ന പട്ടും തരുന്നു പറഞ്ഞല്ലോ. ഇതെപ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നത്? കാർത്തികടന്ന് തമ്പുരാന് നമ്മൾ കാലത്ത് ഒരു 11 മണിക്ക് ഇതുകൊണ്ട് കാവതീണ്ടൽ കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാവരും കോമരങ്ങള് 90% പേരും പോകും. പിന്നെ കാവ് കാലിയാവും. പിറ്റേ ദിവസം ഭരണിയാണ്. ആ ഭരണി കഴിഞ്ഞ് പിറ്റേ ദിവസം കാർത്തികയ്ക്കാണ് ഇതെല്ലാം തിരിച്ച് നമ്മൾ തമ്പുരാന് 11 മണിക്ക് കൊണ്ട് കൊടുക്കും. അതിന് കൂടെ കാഴ്ച, തിരുമുൽ കാഴ്ചയും സമർപ്പിക്കും. അതായത് പച്ചക്കറി, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ എന്തൊക്കെയുണ്ടോ എല്ലാം പ്രധാന കായക്കൊല, ചേന, മത്തങ്ങ, കുമ്പളങ്ങ ഇതെല്ലാം സമർപ്പിച്ച് നമുക്ക് തന്ന കാര്യങ്ങളും തിരിച്ചു കൊടുത്ത് തമ്പുരാനെ പാദം തൊട്ട് നമസ്കരിച്ച് അപ്പൊ തമ്പുരാനെ നമുക്കൊരു വെള്ള വസ്ത്രം തരും. ഓണക്കോടി ചടങ്ങ് കഴിഞ്ഞു, ഭരണിയുടെ ചടങ്ങ് കഴിയുന്നു. അതായത് ഈ പറഞ്ഞ തന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതും പിന്നെ നട തുറപ്പ് വരെ ഗുരുതി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും അല്ലെ? അങ്ങനെയാണ്.